എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പെപ്പർ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലില്ലാത്തതായിരിക്കണം കട്ട് ചെയ്ത് കുരുമുളകാണ് ഇതിന് ഏറ്റവും പ്രധാനം. ഒന്നൊന്നര സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വിരവി ഒരു അരമണിക്കൂർ വയ്ക്കണം. ഞാൻ കുറച്ചേ എടുത്തോളൂ. തയ്യാറാക്കാം. ഇതിവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ. ആ നേരത്തിന് ചെറിയ ഉള്ളി അധികം എടുക്കണം. ചെറിയ ഉള്ളി ചെറുതായിട്ട് കീറിയത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഒരു സവാള കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി തോട് കളഞ്ഞിട്ട് കൊത്തി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. ഇത്രയും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കണം. ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ. ഞാൻ പറയാൻ വിട്ടുപോയി, അല്പം മുളക് പൊടി കൂടെ ചേർക്കും. കുരുമുളക്, മഞ്ഞൾ പൊടി, ഉപ്പ്, അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് വിരവി ഒരു അരമണിക്കൂർ വെച്ചതാണ്. അതിനി അല്പം വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വേവിക്കാം. നാടൻ കോഴിയാണെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിക്കണം. ആ നേരത്തിന് നമുക്ക് മസാല തയ്യാറാക്കാം. ഈ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഓരോന്നും പൊരിച്ച് കോരാനുള്ള വെളിച്ചെണ്ണ. ഇത്തിരി എണ്ണ കൂടുതൽ വേണം. എണ്ണ ചൂടാകുമ്പം ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി പൊരിച്ച് കോരി ഇടണം. അധികം മൂക്കണ്ട, ഒരു വഴറ്റിന പരുവം. ഈ പരുവാകുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി കോരി എടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. വേറെ അരപ്പൊന്നും ചേർക്കില്ല, മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കില്ല, പെരിഞ്ചീരകം ചേർക്കില്ല, മല്ലിപ്പൊടി ചേർക്കില്ല, കുരുമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം. എനിക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് പ്രത്യേകം വഴറ്റി കോരണം. വെളുത്തുള്ളി കോരി മാറ്റി വെച്ച് ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വേവിച്ച് ശാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. ഈ എണ്ണയിൽ ഇതെല്ലാം വറുത്ത്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വറുത്ത് കോരിയ എണ്ണയിൽ. ഇവിടെ ഷാലോ ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ നമുക്ക് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ നേരത്തെ നിറമൊക്കെ ഒന്ന് മാറി പച്ച മണമൊക്കെ ഒന്ന് പോയപ്പം അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പിലയും പച്ചമുളക്,
വെളുത്തുള്ളി ഇത്രയും കൂടെ നമ്മൾ എണ്ണയിൽ ഒന്ന് വഴറ്റി കോരി വെച്ചേക്കായിരുന്നു. ഇതിട്ട് വഴറ്റി കൊടുക്കണം. വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഉപ്പുണ്ടാകുന്ന നോക്കണം. നമ്മൾ ഉപ്പ് ചേർത്താണ് വെച്ചാൽ ഇനി മസാലയിൽ ഉപ്പും കൂടെ ആകുമ്പം ഉപ്പ് ചിലപ്പോൾ കുറയാൻ സാധ്യത ഉണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മൾ മസാല ചേർത്തതില്ലേ, വേറെ ഒരു പൊടിയും ചേർക്കില്ല. പെരിഞ്ചീരകം ഒട്ടും ചേർക്കില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ് മതി. നല്ലവണ്ണം ഇളക്കി ചേർത്ത് കൊടുക്കണം. വെച്ച് നോക്കണം. അറിഞ്ഞൂടാത്തവർ പെപ്പർ ചിക്കൻ റോസ്റ്റാണിത്. വെച്ച് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.